പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യും. കൈകളാൽ അത്ഭുതമായി നടത്തിടും മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്ക് വീടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്ക് വീടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആശുമതി യേശുവിൻ്റെ പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 മെയ് മാസം 29 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. മാനുഷിക വാക്കുകളിൽ ഭയപ്പെടാതെ ദൈവശബ്ദത്താൽ ജയം പ്രാപിക്കുക. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 27 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യം, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? പ്രിയരെ, പ്രഭാതത്തിൽ നമ്മോടിടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. പലവരും മാനുഷിക ഭയത്താലും മാനുഷിക വാക്കുകളിൽ തളർന്നുപോയവരുമാണ് എന്നെ കേൾക്കുന്നവര്. എന്നാൽ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയുന്നു, ദൈവത്തിൻ്റെ വചനത്താൽ ജയം പ്രാപിക്കുക. 27 സങ്കീർത്തനം 1 വാക്യത്തിൽ ഇതാ സങ്കീർത്തനക്കാരൻ പറയാണ്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ദാവീദ് വ്യക്തമായി വിളിച്ചു പറയാണ്, യഹോവ എൻ്റെ വെളിച്ചം എൻ്റെ രക്ഷയുമാ, യഹോവ എൻ്റെ ജീവൻ്റെ ബലമാ, ഞാൻ ആരെ പേടിക്കും? വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് ബലപ്പെടുത്തുന്ന രീതിയിൽ ഈ വചനം നിങ്ങളുടെ നാവ് കൊണ്ട് ഈ പ്രഭാതത്തിൽ പറയണം. കാരണം അനേക ശബ്ദങ്ങൾ നിങ്ങളെ തളർത്തിയിട്ടുണ്ടാകാം. മാനുഷിക നിലയിൽ നിങ്ങൾക്ക് ആ ജോലി കിട്ടത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സാമ്പത്തികം ലഭിക്കത്തില്ല, നിങ്ങൾക്കിനി അത് അസാധ്യമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളെ ബലപ്പെടുത്തുന്നതാണ്. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഇതാ മാർക്കോസിന്റെ സുവിശേഷം 5 അധ്യായം അതിൻ്റെ 35-36 വാക്യങ്ങൾ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. ഇതാ 35 വാക്യത്തിൽ യേശു കർത്താവ് യായിറോസിന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിമധ്യത്തിൽ വെച്ച് യായിറോസിന്റെ വീട്ടിൽ നിന്ന് ആട് വന്നിട്ട് പറയാണ്, ഇനി നീ ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, നീ പ്രാർത്ഥിച്ച വിഷയം അവസാനിച്ചു, നിന്റെ മകൾ മരിച്ചു പോയിട്ടുണ്ട്, ഹല്ലേലൂയ, എല്ലാം അവസാനിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ അനേക വാക്കുകൾ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ മുമ്പോട്ട് വിടാതെ നിർത്തുമ്പോൾ മാനുഷിക വാക്കുകളാണ് നിങ്ങളെ തളർത്തിയിരിക്കുന്നെങ്കിൽ 36 വാക്യം, യേശുവിലേക്ക് നോക്കുന്നവർക്ക്, ദൈവശബ്ദത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം പറയുന്ന വാക്ക് നിങ്ങൾ നോക്കേ. 36 വാക്യം, യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. 36 വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. യേശു ആ വാക്ക് കാര്യമാക്കാതെ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. തീർന്നു എന്ന് പറയുന്നിടത്ത് യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. യേശു യായിറോസിനോട് തട്ടി ബലപ്പെടുത്തുന്ന പോലെ പറയുക, വിശ്വസിക്കുക മാത്രം ചെയ്യും. ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന അനേകരോട് ഞാൻ വിളിച്ചു പറയുന്നു, ആ വഴി അടഞ്ഞിട്ടില്ല, ആ ജോലി നഷ്ടമാകത്തില്ല, ആ സാമ്പത്തിക വിഷയത്തിനകത്ത് നിങ്ങൾ ജയിക്കും, ആ വസ്തുവിൻ്റെ വിഷയത്തിൽ, ആ കോടതി കേസിൽ നിങ്ങൾ ജയിക്കും. കാരണം എൻ്റെ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തുന്നവനാണ്, എൻ്റെ യേശു നിങ്ങളെ ജയിപ്പിക്കുന്നവനാണ്. വിശ്വസിക്കാമെങ്കിൽ ഈ പ്രഭാതത്തിലും
നിങ്ങളൊരു അത്ഭുതം കാണാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ ഏലിയാവ് ആകാശത്തു നിന്ന് തീയിറക്കിയ മനുഷ്യൻ ഒരു സ്ത്രീയുടെ വാക്കിൽ, ഇസബേലിൻ്റെ വാക്കിൽ അവൻ ഭയപ്പെട്ട് ഓടിപ്പോവുകയാണ്. ഒരു ചൂരച്ചെടിയുടെ കീഴിൽ ചെന്ന് യഹോവയോട് പറയുകയാണ്, എനിക്കിനി ജീവിക്കേണ്ട, മരിച്ചാൽ മതി. ഹല്ലേലൂയ. യഹോവേ, എൻ്റെ ജീവനെ എടുത്തുകൊള്ളണമേ. ഉടനെ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി അവനെ തട്ടി ബലപ്പെടുത്തുന്നത് കാണാൻ കഴിയും. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ. യഹോവയുടെ ദൂതൻ 2-ാമത്തെ പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നുകുടിച്ചു. ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. ഇതാ ദൈവത്തിൻ്റെ ദൂതൻ്റെ സ്പർശനത്താൽ അവൻ വീണ്ടും ആഹാരം കഴിച്ചു. ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് അവൻ 40 പകലും 40 രാവും തൻ്റെ വാക്തത്വമായ ഹോരേബിൻ്റെ പർവ്വതത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് അവൻ നടന്നു കയറി. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ, മാനുഷിക ശബ്ദങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തിയെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം നിന്നെ ജയിപ്പിക്കുവാൻ പോകുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർ ഓരോരുത്തരും എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. ഈ പ്രഭാതം ഒരു ജയത്തിൻ്റെ പ്രഭാതമാണ്. കാരണം ദാവീദ് പറഞ്ഞതുപോലെ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറയാമോ, യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഹല്ലേലൂയ. കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിശ്ചയമായി നീ ആ മതിൽ ചാടിക്കടക്കും. എൻ്റെ ദൈവത്താൽ നീയും ഞാനും ജയം പ്രാപിക്കാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർ കണ്ണുകൾ അടച്ചിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം ഒരു ജയത്തിൻ്റെ പ്രഭാതമാകട്ടെ. ഈ പ്രഭാതം ഒരു സൗഖ്യത്തിൻ്റെ, വിടുതലിൻ്റെ പ്രഭാതമായി തീരട്ടെ. കർത്താവെ, ഇവരെ അങ്ങ് എഴുന്നേൽപ്പിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ 8111 എന്ന് കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. വാട്സാപ്പ് മെസ്സേജ് ചെയ്താട്ടെ, മോർണിംഗ് മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കും. കർത്താവിൻ്റെ വലിയ കാര്യം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.